ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ മെത്തേഡിൽ എങ്ങനെയാണ് ഈ മോരുകറി ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനു മുന്നേ എന്നും പറയുന്നത് പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ മോരുകറി ഉണ്ടാക്കാനായിട്ട് ആദ്യം എടുത്തിട്ടുള്ള കഷ്ണം എന്ന് പറയുന്നത് നമ്മുടെ പപ്പായ അഥവാ ഓമക്കായയാണ്. ഓരോ നാട്ടിലും ഇതിന് ഓരോ പേരാണ് പറയുന്നത്. അപ്പോൾ ഞാനിതാ ഈ ഇത്ര പോകുന്ന ചതുര കഷ്ണങ്ങളായിട്ടാണ് ഞാനത് മുറിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ മോരുകറിയൊക്കെ വെക്കുന്ന സമയത്ത് കഷ്ണങ്ങൾ അത്യാവശ്യം വലുപ്പത്തിൽ മുറിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ചെറിയൊരു കഷ്ണം നമ്മുടെ മത്തൻ എടുത്തിട്ടുണ്ട്, നന്നായി പഴുത്ത മത്തനാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ അടുത്തതായിട്ട് ഞാനിതിലേക്ക് കായയാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രക്കായോ അല്ലെങ്കിൽ നമ്മുടെ പൊണ്ണൻ കായൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടത് കൊണ്ടാണ് ഇതിൻ്റെ കറ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാ ഇതിലേക്ക് ഇനി വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിന്ന് അടുപ്പിലാണ് കറി ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാനിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചട്ടി. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. നമ്മൾ കഷ്ണങ്ങൾ ഇത്തിരി വലുപ്പത്തിൽ അരിയണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കഷ്ണങ്ങൾ പ്രത്യേകിച്ച് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള തൈരാണ്. അപ്പോൾ അത്യാവശ്യം പുളിപ്പുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വെന്ത കഷ്ണങ്ങളിലേക്ക് ഈ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കട്ട തൈര് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഒരു കറക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 കപ്പോളം നാളികേരം ചിരവിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറി എത്രത്തോളം കൊഴുപ്പ് വേണം എന്നതിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടിയോ കുറച്ചോ എടുക്കാം. അതുപോലെ നല്ല എരിയുള്ള ഒരു 3 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 പച്ചമുളക് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ്. നമ്മൾ ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞങ്ങളിവിടെ ചേർക്കുന്നത് കുരുമുളകാണ്. ഒരു 5-6 മണി കുരുമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പച്ചമുളകും കുരുമുളകൊക്കെ ചേർക്കുമ്പോൾ എരിവ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മോരിതാ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിള പൊട്ടി വരുന്നുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലേക്കുള്ള അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എത്രത്തോളം ലൂസായിട്ടാണോ നമ്മുടെ കറി വേണ്ടേ അതിന് വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിള പൊട്ടിയാൽ മതി കേട്ടോ. നന്നായിട്ട് വെട്ടി തിളയ്ക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ മോരുകറി ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ തേങ്ങ ഒന്ന് വേവുന്ന വരെ ചെറിയ തീയിലൊന്ന് തിളയ്ക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഇതിലേക്കുള്ള കടുക് വറുക്കാം. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് ഉലുവയാണ്. അപ്പോൾ ഉലുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് മാറി നിന്നോളൂ കേട്ടോ. അതുപോലെ ആവശ്യത്തിനുള്ള ഉണക്കമുളക് കൂടി ഇട്ടു. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മോരുകറി തിള പൊട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ വറുത്തിട്ടുള്ള നമ്മുടെ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഞങ്ങളുടെ പാലക്കാട് സ്റ്റൈൽ മോരുകറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ ഒന്ന് ഇതുപോലെ തയ്യാറാക്കി നോക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.